ഹായ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വച്ചര അമ്പലത്തിലോട്ടാണ് പോയത്. ഞാനും ചേട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ, മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. നമ്മൾ തൊഴുതിട്ട് നേരെ പൂങ്കാവനത്തിലാണ് കയറിയത്. ഇപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ കുറച്ച് സമയം ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ബെഞ്ചൊന്നും ഇല്ലാതെ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോട്ടോയും റീൽസൊക്കെ എടുത്തിട്ടാണ് നമുക്കൊരു ബെഞ്ചൊക്കെ കിട്ടിയത്. നമ്മൾ ഓടിപ്പോയി അതിലിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ചെടിക്കടല. ഈ ചേട്ടനിവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഇതിനകത്തൊന്നും കയറി ഇറങ്ങിയില്ല, സമാധാനമില്ല. ചേട്ടൻ ഒരു ചെടിപ്രാന്തനാണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചെടിയോട്, പക്ഷെ കാണും. എന്നിട്ട് നേരെ അടുത്ത് നമ്മൾ അന്നമാണ്. അപ്പോൾ ആ കഞ്ഞി കുടിക്കാനാണ് പോകുന്നത്. കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ക്യൂ ഒക്കെ കഞ്ഞിയൊക്കെ കിട്ടി. പക്ഷേ ഞാൻ ആക്കാന്തം കൊണ്ട് വാരി ഒഴിച്ച് അണ്ണാക്ക് വരെ പൊളിപ്പി. നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണ്. അവൾ ഗേറ്റിൻ്റെ വാതയ്ക്ക് അമ്മ എന്ന് വിളിക്കുന്നു. അവിടെ അമ്മ അപ്പുറത്ത് നിന്ന് അതിനെക്കാട്ടി കയറ് പൊട്ടിക്കുന്നു. കൊച്ചോടിപ്പോയി എൻ്റെ ബഹളം കൊണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വിളിച്ചപ്പോൾ ഓടി വരികയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മയടുത്ത് കൊണ്ടുവിട്ടു കേട്ടോ. അമ്മയും മോളുള്ള സ്നേഹമൊക്കെ ഒന്ന് കാണണം. പക്ഷേ നമ്മളെപ്പോലെ തന്നെയാണ് അമ്മമാരെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായി. മൃഗങ്ങളും കേട്ടോ. അവൾ കുറച്ച് നേരം സ്നേഹിച്ചിട്ട് തട്ടും കൊടുക്കുന്നുണ്ട്. നല്ല ഇവിടെ ഓടിപ്പോയെന്ന് പറഞ്ഞിട്ട്. ആരുടെയാണെന്നൊന്നും പറഞ്ഞുകൂടാ. 3 വലിയ പശു 2 കുഞ്ഞുങ്ങളുമാണ്. ഒരു കുഞ്ഞ് നല്ല അനുസരണമുള്ളത് എൻ്റെ അമ്മയുടെ കൂടെ തന്നെ നിൽപ്പുണ്ട്. ഇത് ഇച്ചിരി കറാമ്പറപ്പാന്ന് തോന്നുന്നു. ഓടി എങ്ങോട്ടൊക്കെയോ റോഡിലൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ പിടിച്ചുകൊണ്ടൊന്ന് വിട്ടതാണ് കേട്ടോ. പാറു ഇവിടെ ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പോയേനെയായിരുന്നു. പാറു ചേട്ടൻ്റെ കൂടെ കടയിൽ പോയി. ഇപ്പം ഇനി ഇതുങ്ങളെ നോക്കി നിന്നാൽ എൻ്റെ സമയം പോകുന്ന പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചും മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ ഒഴിച്ചു കയറി വെക്കാണ്ട് അത് എല്ലാം അരിഞ്ഞൊക്കെ അടപ്പേ വെച്ചു. എന്നിട്ട് നമുക്ക് തേങ്ങ തിരുമ്മി അതിൻ്റെ അരപ്പിനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. ഇന്നലെ മീനൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കറി വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെയൊക്കെ നിന്നത് കുറച്ച് സമയം. എന്നിട്ട് നമുക്ക് അപ്പോൾ പാത്രം ഉണക്കാൻ നമ്മുടെ മെഷീനിൽ വെക്കാൻ പോകുന്നുണ്ട്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെയൊക്കെ കണ്ടിട്ട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം. എനിക്ക് ഭയങ്കര നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ആങ്ങിയും തൂങ്ങിയൊന്നും ഇരിക്കുന്നില്ല, നല്ല ചാടി ജിൽ നിൽക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ കൊഞ്ചും മുരിങ്ങയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ കൊഞ്ചും മുരിങ്ങയ്ക്കൊക്കെ വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കൊഞ്ചും മാങ്ങ തിന്നണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. നമ്മൾ ചെട്ടുളങ്ങര അമ്പലത്തിൽ കുംഭഭരണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൊഞ്ചും മാങ്ങയൊക്കെ വെക്കുമല്ലോ, അങ്ങനെ അതൊക്കെ തോന്നി. പക്ഷേ മാങ്ങയില്ല. കൊഞ്ചും ഇതല്ലല്ലോ, ഉണക്ക കൊഞ്ചാണ് വേണ്ടത്. കുംഭഭരണിയും വൃശ്ചികവും 28-ാം ഓണവും ഒക്കെ നമ്മൾ ഓണാട്ടുകാരക്കാർക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ആദ്യം ഞാനത് ഫസ്റ്റ് വീഡിയോ ഇട്ടത് മോൻ്റെ കുത്തിയോട്ടത്തിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാനത് ആദ്യം ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ ഓണത്തിനാണ് 1-2 വീഡിയോ ഒക്കെ ഞാൻ ഇട്ടത്. പിന്നെ ഇപ്പോൾ ഈ ജൂണിലാണ് ഞാൻ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി. ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടാണ്. വലിയൊരു താങ്ക്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ കഥയൊക്കെ പറഞ്ഞു നമ്മളെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി ഞാൻ വലിയ കുക്കൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.